ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. പഠിച്ചു പോവാം. കാര്യങ്ങളൊക്കെ ഞാൻ ഡിറൈവ് ചെയ്ത് തരാം. നിങ്ങൾ ഫോമിൽ മാത്രം പഠിച്ചു പോയാൽ മതി. കേസ് ഇതാണ്. ഒരു ചെയിൻ ഒരു ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് പോർഷൻ ടേബിളിൻ്റെ മുകളിലാണ്, കുറച്ച് പോർഷൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ്. ഓക്കെ, ഇത് ഹാങ് ചെയ്ത ലെങ്ത്ത് എക്സ് ആണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത്ത് ഓഫ് ചെയിൻ എൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ എൽ മൈനസ് എക്സ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഈ ഹാങ് ചെയ്ത പോർഷൻ്റെ ലെങ്ത്ത് കൂടുന്തോറും ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടും. അങ്ങനെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുമ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു പോയിന്റിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യും. അങ്ങനെ ഓവർകം ചെയ്യുമ്പം ഈ ഒരു ചെയിൻ താഴേക്ക് സ്ലൈഡ് ചെയ്തിട്ട് വീഴും. ഓക്കെ, ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ലെങ്ത് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് ദിസ് ചെയിൻ വിൽ നോട്ട് ഫോൾ. ഇവിടെ രണ്ട് ഫോഴ്സാണ് ഉള്ളത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, താഴേക്കൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും വരുന്നുണ്ടാവും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലായാൽ ഈ ചെയിൻ താഴേക്ക് വീഴും. ഓക്കെ, സോ മാക്സിമം ലെങ്ത് എത്ര വരെ കൊടുക്കാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അങ്ങനെയാകുമ്പോൾ ആ ലിമിറ്റിംഗ് കേസ് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആവുന്ന കേസായിരിക്കും. ഓക്കെ, ആ കേസ് എടുത്താൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എം ജി ആണ്. എം ജി എന്ന് പറയുമ്പം ഇതിൻ്റെ ടോട്ടൽ മാസ് തന്നത് എം ആണ്, ലെങ്ത് എല്ലും ടോട്ടൽ മാസ് എം ആണ്, യൂണിഫോം ചെയിൻ ആണ്. ഇതിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് വരെ എം ബൈ എൽ ആയിരിക്കും. ഓക്കെ, എം ബൈ എൽ ഇൻറ്റു എക്സ് ആണ് ഈ ഒരു പോർഷൻ്റെ മാസ്. കാരണം ടോട്ടൽ മാസ് എം ആണ്, അത് പെർ യൂണിറ്റ് ലെങ്ത് എടുക്കുമ്പോൾ എം ബൈ എൽ ആയി. ഇത്രയും ലെങ്ത്തിലേക്ക് വരുമ്പോൾ എം ബൈ എൽ ഇൻറ്റു എക്സ് വരും. ഇൻറ്റു ജി ആയിരിക്കും എന്ത് വരിക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരിക. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആവും. അതാണ് ആ ലിമിറ്റിംഗ് കേസ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മ്യൂ ആർ ആണ്. മ്യൂ ആർ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു റിയാക്ഷനാണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എം ജി അല്ലേ. എം ജി എന്ന് പറയുമ്പം ഇവിടെ വരുന്നത് എം ബൈ എൽ ഇൻറ്റു ഈ പോർഷൻ്റെ ലെങ്ത് എൽ മൈനസ് എക്സ് ആണ്. അങ്ങനെയാകുമ്പം ഇത്രയും പോർഷൻ്റെ മാസ് കിട്ടി. എം ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് ഇൻറ്റു ജി വരും. സോ മ്യൂ എം ജി ആണ് ആ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. എം ജി ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് എം ആണ്, മാസാണ്. ഇതും മാസാണ്. ഓക്കെ, ഇതിൽ രണ്ട് സൈഡിലും എം ക്യാൻസൽ ചെയ്യും. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും എൽ ക്യാൻസൽ ചെയ്യും, ജി ക്യാൻസൽ ചെയ്യും. സോ വി ഗെറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൽ മൈനസ് എക്സ്. അതിൽ നിന്ന് മ്യൂ ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ മൈനസ് എക്സ് എഴുതാം. ഓക്കെ, മ്യൂ ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ എൽ മൈനസ് എക്സ്. സോ നിങ്ങൾക്ക് ടോട്ടൽ ലെങ്ത്, മാസമൊന്നും തരൂല ക്വസ്റ്റ്യനിൽ, ടോട്ടൽ ലെങ്ത് തരും, പിന്നെ ഈ ഹാങ് ചെയ്ത പോർഷനും തരും. ഓക്കെ, ഇത്രത്തോളം ലെങ്ത് മാക്സിമം നമുക്ക് ഹാങ് ചെയ്യാമെങ്കിൽ സോ ദാറ്റ് ദിസ് ചെയിൻ വിൽ നോട്ട് ഫോൾ. അങ്ങനെയാണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ എക്സ് ബൈ എൽ മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ. ഇനി ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം, മ്യൂ തന്നിട്ട് എക്സിൻ്റെ വാല്യൂ ചോദിക്കാം. മ്യൂ എല്ലും തരും, ടോട്ടൽ ലെങ്ത്തും തരും. സോ മ്യൂ ഈക്വൽ ടു എക്സ് ബൈ എൽ മൈനസ് എക്സ്. ഫ്രം ദിസ് എൽ മൈനസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 ബൈ മ്യൂ എഴുതിക്കൂടെ? സോ എൽ ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു 1 ബൈ മ്യൂ. സോ എൽ ബൈ എക്സ് ഈക്വൽ ടു 1 ബൈ മ്യൂ പ്ലസ് 1, ദാറ്റ് ഈസ് എൽ ബൈ എക്സ് ഈക്വൽ ടു മ്യൂ പ്ലസ് 1 ബൈ മ്യൂ. ഇതിൽ നിന്നും എക്സ് ഈക്വൽ ടു എക്സ് ബൈ എൽ ഈക്വൽ ടു എന്ത് എഴുതാം? ഇതിൻ്റെ റെസിപ്രോക്കൽ മ്യൂ ബൈ മ്യൂ പ്ലസ് 1. സോ എക്സ് ഈക്വൽ ടു മ്യൂ ബൈ മ്യൂ പ്ലസ് 1 ഇൻറ്റു എൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് എക്സാമിന് കൂടുതലും ചോദിച്ചത്. മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതലും കാണാറ് ഇതാണ്. ആ ലെങ്ത്തിൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദിക്കാറ്. ദാറ്റ് ക്യാൻ ബി ഓവർ ഹങ്. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു മ്യൂ ബൈ മ്യൂ പ്ലസ് 1 ഇൻറ്റു എൽ. ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എ യൂണിഫോം റോപ്പ് ഓഫ് ലെങ്ത് എൽ, ഓക്കെ, ചെയിനല്ല റോപ്പാണ്, എന്തായാലും കുഴപ്പമില്ല, lies on a table. If coefficient of friction is mu, then maximum length L1 of the part of this rope which can overhang from the edge of the table without sliding down is. So x ന് പകരം അവിടെ L1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് സ്മോൾ എൽ ആണ്. സോ ആൻസർ വിൽ ബി x equal to mu by mu plus 1 into L അല്ലേ. സോ ആൻസർ ഈസ് x equal to mu by mu plus 1 into L. Option C is the answer. A uniform chain of length L changes partly from a table which is kept in equilibrium by friction. The maximum length that can withstand without slipping is L.
then coefficient of friction between table and chain is. Okay, ഇവിടെ എന്താ ചോദിച്ചത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്തായിരുന്നു? മ്യൂ ഈക്വൽ ടു എക്സ് ബൈ എൽ മൈനസ് എക്സ്. ഇവിടെ എക്സിന് പകരം സ്മോൾ എൽ ആണ്, അത്രേ ഡിഫറൻസ് ഉള്ളൂ. സോ ആൻസർ ഈസ് എൽ ബൈ എൽ മൈനസ് എൽ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. A heavy uniform chain lies on a horizontal tabletop. If the coefficient of friction between the chain and table surface is 0.25, then the maximum fraction of length of the chain that can hang over one edge of the table is. Okay, so നമുക്ക് വേണ്ടത് x ആണ്. We know x equal to mu by mu plus 1 into L. So x equal to mu എത്ര ഇവിടെ? 0.25. 0.25 divided by 0.25 plus 1, 1.25 into L. So x equal to 1 by 5L. Okay, അത് ചോദിച്ചത് ഫ്രാക്ഷൻ ഓഫ് ലെങ്ത് അല്ലേ ചോദിച്ചത്? യെസ്. സോ എക്സ് ബൈ എൽ ഈക്വൽ ടു 1 by 5. അതിനെ പേഴ്സൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ 1 by 5 into 100 വരും. 1 by 5 into 100 is 20%. Okay, ഓപ്ഷൻ എ is the answer. A uniform metal chain is placed on a rough table such that one end of chain hangs down over the edge of the table. When 1/3 of its length hangs over the edge, the chain starts sliding. Then the coefficient of static friction is. Okay, so ഇവിടെ x equal to 1 by 3L ആണ്. ഓക്കെ, നമുക്കറിയാം മ്യൂ എന്ന് പറയുന്നത് x by L minus x ആണ്. സോ x is 1 by 3L divided by L minus 1 by 3L. L cancel ആവും. So 1 by 3 divided by 1 minus 1 by 3 is 2 by 3. That is 1 by 2. Okay, 1 by 2 is 0.5. 0.5 ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഡയറക്റ്റ് 1 by 2 തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി is the answer. നിങ്ങൾ ഫോമുല ബൈ ഹാർട്ടർ ആണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ കാര്യം കിട്ടും. അപ്പോൾ കണക്ട് ചെയ്തിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡയഗ്രാം തന്നെ മൈൻഡിലേക്ക് വരും നിങ്ങൾക്ക്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. സോ മ്യൂ എന്ന് പറയുന്നത് എക്സ് ബൈ എൽ മൈനസ് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് മ്യൂ ബൈ മ്യൂ പ്ലസ് 1 ഇൻറ്റു എൽ ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ഓർത്താൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല.